ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിൽ മെയിൻ റോഡിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. മെയിൻ റോഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടാണ്. അവിടെ നിന്ന് വെറും 100 മീറ്റർ മാത്രമാണ് അകത്തേക്ക് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വില്ലയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത്. 4.47 സെന്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ തീർത്തിരിക്കുന്ന ഭംഗിയുള്ളൊരു വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ കാണാൻ പോകുന്നത്. മെയിൻ റോഡ് ടാർ റോഡാണ്. അതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് നമ്മുടെ ഈ കാണുന്ന വില്ലയുടെ അടുത്തൂടെയും വരുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീടിന്റെ ഫ്രണ്ടിലൂടെ പോകുന്നതും ടാർ റോഡ് തന്നെയാണ്. മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയുള്ള പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലുകൾ കുറച്ച് പോർഷനുകളിൽ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഭംഗിയായിട്ടുള്ള ചെറിയ സ്പോട്ട് ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ട് നമുക്ക് ഒരുപാട് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് ഈ ഒരു സൈഡിലേക്ക് നീക്കാം. ഇവിടെ വന്നിട്ടാണെങ്കിൽ ഒരു സൈഡ് വന്ന് ഫോൾഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലുമാണ് നമുക്ക് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടതുകൊണ്ട് ഞാൻ വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. വളരെ സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ കൊടുത്തിരിക്കുന്നത്. ആവശ്യമുള്ള പോയിന്റുകളിൽ മാത്രമാണ് ചെറിയ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ സ്റ്റാൻഡേർഡ് ആയ രീതിയിൽ മാത്രമായിട്ടാണ് എലിവേഷനും ഇന്റീരിയറും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്നു നമ്മൾ നേരെ കടന്നു വരുന്നത് ഇവിടുത്തെ കാർ പോർഷന്റെ ആ ഒരു ഭാഗത്തേക്കാണ്. നമ്മുടെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്പേസ് കിട്ടുന്നത്. നമുക്ക് ഈ കാർ പോർച്ചിൽ ഒരു വലിയ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് തന്നെ കിട്ടുന്നുണ്ട്. ഭംഗിയായിട്ട് സ്റ്റോൺസ് ഒക്കെയാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സൈഡ് തന്നെ ഫസ്റ്റ് കണ്ടുപോകാം. ഗേറ്റ് തുറന്നു നേരെ വന്നിരിക്കുന്നത് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസിലേക്കാണ്. നമുക്കിത് നേരെ വീടിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ ഒന്ന് നടന്നു നോക്കാം. വീടിന്റെ സൈഡിലൂടെയൊക്കെ നല്ല രീതിയിൽ ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ വേറൊരു ടൈപ്പ് ഓഫ് ടൈലാണ് അവിടെ എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ട് മിഡിൽ പോർഷനിലായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ പോലും നിങ്ങൾക്കറിയാം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട്. കിച്ചണിന്റെ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. വർക്ക് ഏരിയ ചെയ്യാനായിട്ടുള്ള ആ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം. വീടിനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാർബിൾ ഹോംസ് എന്ന ചാനലിലൂടെയാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു വീടിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സറൗണ്ടിങ് ഏരിയാസ് എല്ലാം തന്നെ നമ്മളാണ് വളരെ ക്ലിയർ ആയിട്ട് കാണിക്കാറുള്ളത്. അപ്പൊ നമ്മൾ വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിന്റെ ഭാഗത്തൂടെയാണ് തിരിച്ച് ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വീടിനെ നമ്മൾ റൗണ്ട് ചെയ്ത് ഈ ഒരു ഭാഗത്തൂടെ വരുമ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗത്തായിട്ട് നമുക്ക് വീടിന്റെ കിണർ കാണാൻ പറ്റുന്നുണ്ട്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. വലിയൊരു കിണറാണ്. നമുക്ക് നടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഹാഫ് ആക്കി കവർ ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ നല്ല നമുക്ക് നോക്കിയാൽ തന്നെ കാണും നല്ല റെഡ് സോയിൽ ആണ്. നല്ല പ്യുവർ ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ ആണ് ഇവിടെ കിട്ടുന്നത്. ഞാനിപ്പോ നടന്നു വരുന്ന ഈ ഭാഗത്തൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമുക്ക് ചെടിച്ചട്ടികളൊക്കെ വയ്ക്കാനും അതുപോലെ 2 വീലേഴ്സ് ഒക്കെ വയ്ക്കാനും ധാരാളം സ്പേസ് ആണ് ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ നമുക്ക് കിട്ടുന്നത്. നമുക്കിത് നേരെ നടന്ന വീടിന്റെ സിറ്റ് ഔട്ടിന്റെ ഭാഗത്തേക്ക് കയറാം. സിറ്റ് ഔട്ട് നോക്കുവാണെങ്കിൽ നല്ല വിഡ്ത്തും ലെങ്ത്തും എല്ലാം കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 2-3 ചെയർ ഇടാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ടൈലും ഗ്രാനൈറ്റും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. കംപ്ലീറ്റ് ആയിട്ട് ടീക്ക് വുഡ് തേക്കിലാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള അകത്തുള്ള ഡോറുകളൊക്കെ നോക്കുവാണെങ്കിൽ മഹാഗണിയിലും UPVC-യിലും ഒക്കെ ആയിട്ടാണ് ഡോറും വിൻഡോകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള 2 പീസായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഡോറാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഈ സിറ്റ് ഔട്ടിന്റെ ഈ ഒരു സൈഡ് പോർഷൻ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ചെറിയ രീതിയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി വീടിന്റെ അകത്തുള്ള വിശേഷങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം.
മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വന്നിരിക്കുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. നമുക്ക് മെയിൻ ഡോറിനടുത്ത് തന്നെ നോക്കിയാൽ കാണാം ഒരു സിംഗിൾ വിൻഡോ അവിടെ കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വിൻഡോസ് ഒക്കെ നോക്കുവാണെങ്കിൽ കാണാം UPVC-യിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള വിൻഡോസ് വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടുത്തെ ഫ്ലോർ നോക്കുവാണെങ്കിൽ നല്ല വൈറ്റ് കളറിലുള്ള ടൈലാണ് വോളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് നമുക്ക് നേരെ മെയിൻ ഡോർ തുറന്ന് വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ബാക്ക് സൈഡിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് PVC പാനലിംഗ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് വുഡിൽ തന്നെ ഷെൽഫുകളെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. താഴെയെല്ലാം ഡോറുകൾ വെച്ച് ക്ലോസ് ചെയ്യാവുന്ന ഷെൽഫുകളും കൊടുത്തിട്ടാണ് TV വെക്കാനുള്ള ഏരിയ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. റൂഫിലേക്ക് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കും കൊടുത്തിട്ടുണ്ട്. വലിയ 4 LED ബൾബുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ലിവിംഗിൽ നിന്നും ഡൈനിങ്ങിലേക്കുള്ള സെപ്പറേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. എൻട്രൻസ് തന്നെ ഭംഗിയായിട്ട് വുഡൻ വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല ഡിസൈൻ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ലിവിംഗിൽ നിന്ന് നടന്നു വന്ന് നേരെ നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലാണ്. നമുക്ക് ഏകദേശം 8 പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ ഒരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭംഗിയായിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലുകളൊക്കെ കൊടുത്ത് ഹാൻഡ് റെയിൽസും കൊടുത്ത് നമുക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ മുകളിൽ വരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റെയർ കേസിന്റെ ഭംഗി കാണാം. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് സ്റ്റെയർ കേസ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന് താഴെയുള്ള ഭാഗങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ടാണ് ഒരു വാർഡ്രോബ്, ചെറിയൊരു കബോർഡ് കിട്ടുന്നത്. നമുക്ക് നമ്മൾ ഇൻവെർട്ടേഴ്സ് ഒക്കെ വയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഏരിയയിൽ സ്റ്റെപ്പ് കയറി പോകുന്നതിന്റെ മുകൾ ഭാഗത്ത് നോക്കുവാണെങ്കിൽ കാണാം ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് വരുന്നത്. അതിനുശേഷം ബാക്കി വരുന്ന കവർ ചെയ്തിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഡൈനിങ് ഹാളിന്റെ റൂഫ് കവർ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ നോക്കുവാണെങ്കിലും കാണാം LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വലിയ LED ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് വരുന്നത്. ഡൈനിങ്ങിൽ നിന്ന് നമുക്ക് നേരെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു സ്ലൈഡിംഗ് ഡോർ കൊടുത്തിട്ടുണ്ട്. UPVC-യിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സേഫ് ആയിട്ട് ലോക്ക് ചെയ്യാവുന്ന സിസ്റ്റവും കൊടുത്തിട്ടാണ് ആ ഡോർ അവിടെ വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് നേരെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഓപ്പൺ സ്പേസ് ആണ്. നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ അത് ഒരു പാഷ്യൂ ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം. ഈവനിങ് ടൈമിൽ നമുക്കൊരു ടീ സ്നാക്സ് ഒക്കെ കഴിക്കാനും ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആ ഒരു ഡോർ തുറന്നിറങ്ങുന്ന ആ ഒരു ഏരിയ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഹാളിലെ വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. സെറയുടെയാണ് യൂണിറ്റ് വരുന്നത്. അതിരിക്കുന്ന ആ ഒരു സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വുഡൻ വർക്കുകളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടൈലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സെറയുടെ വാഷ് ബേസിൻ വെച്ചിരിക്കുന്നത് അതിന് താഴെ വരുന്ന ആ ഒരു ഗ്രാനൈറ്റ് പീസിലാണ്. അതിന്റെ ഏറ്റവും താഴെ നോക്കുവാണെങ്കിലും കബോർഡുകളായിട്ടൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. നമ്മൾ കടന്നു വന്ന ആ ഭാഗത്ത് നിന്ന് ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മൾ കടന്നു വന്നത്. സ്റ്റെയർ കേസിന്റെ ഈ ഒരു സൈഡിലൂടെ പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം കിട്ടുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ബെഡ്റൂമിന്റെ ഡോർ നോക്കുവാണെങ്കിൽ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിലേക്ക് നമ്മൾ നേരെ കടന്നു വരുന്ന സമയത്ത് ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 11-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ട് നമുക്ക് 2 വിൻഡോസ് കാണാം. അതുകൂടാതെ ഈ കാണുന്ന വോളിലും 2 സിംഗിൾ വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ ബോർഡർ ലൈനുകളായിട്ട് കുറച്ച് പ്രൊജക്ഷൻ വരുന്നുണ്ട്. അതിനകത്തൊക്കെ LED സ്ട്രിപ്പുകളും വലിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഡ്രസ്സിംഗ് ടേബിൾ കൂടെ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. HDF-ലാണ് ഇത് ചെയ്തിരിക്കുന്നത്. മറൈൻ പ്ലൈയുടെ ആണ് ഡോർസ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ടൈലുകൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഗ്രേ ഷെയ്ഡ് ഉണ്ട്. അതുകൂടാതെ ബോർഡർ ലൈനായിട്ട് വരുന്നത് കുറച്ച് ഡാർക്ക് ഷെയ്ഡിലുള്ള ടൈലും കൂടെയാണ്. നമുക്ക് ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ടൈലുകൾ നോക്കുവാണെങ്കിൽ കജാരിയയുടെയാണ്. അതുപോലെ നമ്മുടെ ബാക്കിയുള്ള വീടിനകത്തെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന വൈറ്റ് ടൈലുകൾ നിങ്ങൾ കണ്ടിരുന്നു. അതെല്ലാം വന്നിട്ട് സൊമാനിയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഇവിടെ സ്റ്റെയർ കേസ് കാണാം. സ്റ്റെയർ കേസിന്റെ തൊട്ടടുത്തായിട്ട് വാഷിംഗ് കൗണ്ടറിന്റെ അടുത്തായിട്ടാണ് നമുക്ക് ഇവിടെ താഴത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. നമ്മളുടെ ഈ വീടിന്റെ വർക്ക് കഴിഞ്ഞ കുറച്ച് സാധനങ്ങൾ, പെയിന്റിന്റെ ബക്കറ്റ്സ് ഒക്കെ ഇവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ നിറയെ സാധനങ്ങൾ തോന്നുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 13-10 ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിറയെ വിൻഡോകൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ നേരെ റൂഫിൽ നോക്കുവാണെങ്കിലും ചെറിയ രീതിയിലുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട റൂമിലെ പോലെ സെയിം വാർഡ്രോബ് തന്നെയാണ് HDF ചെയ്തിട്ട് മറൈൻ പ്ലൈയുടെ ആണ് ഡോർസ് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്.
ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുവാണെങ്കിലും ലൈറ്റ് ഗ്രേ ആൻഡ് ഡാർക്ക് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ജെറയുടെയാണ് എല്ലാ ബാത്റൂമുകളിലും ഫിറ്റിംഗ്സ് വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ കിച്ചൺ ആണ്. കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് കിച്ചൺ ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനടുത്തായിട്ട് തന്നെയാണ് നമുക്ക് DB മീറ്റർ വരുന്നത്. ഇവിടുത്തെ കേബിള്, സ്വിച്ചസ്, DB അതെല്ലാം നോക്കുവാണെങ്കിൽ പോളിക്യാബിലും, ഫിനോലെക്സിലും, GM-ലും, വി ഗാർഡിലും ഒക്കെ എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനിയുടെ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 3 ഫേസ് ആണ് നമുക്ക് ഇവിടുത്തെ പവർ സപ്ലൈ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഡോർ നിങ്ങൾ കണ്ടു, ഹാഫ് വുഡിലും കുറച്ച് പോർഷൻ വന്നിട്ട് ഗ്ലാസ് ഇട്ടിട്ടും ഒക്കെയാണ് കിച്ചണിന്റെ ഡോർ ചെയ്തിരിക്കുന്നത്. നല്ല വലിയൊരു കിച്ചൺ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് ഫ്രിഡ്ജ് വെക്കാനായിട്ട് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു സ്പേസ് അതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ കിച്ചണിന്റെ ബാക്കിയുള്ള സ്പേസിനെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ ഫ്രിഡ്ജ് അവിടെ സേഫ് ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഒരു ഓപ്പറേറ്റ് ഷെയ്ഡ് ആണ് വരുന്നത്. HD മെറ്റീരിയലാണ് ഇതെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സൈഡൊക്കെ നമുക്ക് ആ ഒരു മൊറോക്കൻ ടൈൽ പോലെ ഫീൽ ചെയ്യുന്ന അതേ ടൈൽ തന്നെയാണ് ഇവിടെ എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് അടുത്തടുത്തായിട്ട് 2 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. മുകൾ ഭാഗത്തുള്ള ഈ ഒരു വാർഡ്രോബുകൾക്കെല്ലാം തന്നെ വേറെ ഒരു കളറും താഴെയെല്ലാം വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള കളറുമാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ ഇവിടെയാണ് നമുക്ക് കിട്ടുന്നത്. കിച്ചന്റെ സ്ഥാനം നോക്കുവാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ആയിട്ടാണ് വരുന്നത്. തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിലും ചെറിയ രീതിയിലുള്ള വർക്കുകളും LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി എക്സോസ്റ്റ് ഫാൻ ഫെസിലിറ്റി കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് സെക്കൻഡ് കിച്ചൺ ആയിട്ട് ഇവിടെയും നമുക്കൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് ഒക്കെ വന്നിട്ട് വുഡൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് കിച്ചൺ പോലെ തന്നെയാണ് അറേഞ്ച്മെന്റ് സെക്കൻഡ് കിച്ചണിലും കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നുണ്ട്. സെയിം ടൈലുകൾ തന്നെയാണ് വോളിലും കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. മുകളിലും താഴെയും ഒക്കെ ആയിട്ട് നമുക്ക് ക്യാബിനറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വിൻഡോ കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ നേരെ വീടിന്റെ ബാക്ക് സൈഡിലേക്കാണ്. ഓപ്പൺ സ്പേസ് ആണ്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ താഴത്തെ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിത് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ഹാളാണ്, നമ്മളുടെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നിറയെ വാർഡ്രോബുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ മിഡിലായിട്ട് നമുക്കൊരു വിൻഡോ കിട്ടുന്നുണ്ട്. മറ്റൊരു വിൻഡോ വരുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വേറെ ഒരു വിൻഡോ UPVC-യിൽ ചെയ്തിരിക്കുന്നത്. ഈ നിൽക്കുന്ന ഏരിയയുടെ നേരെ റൂഫിലേക്ക് നോക്കുവാണെങ്കിലും ബോർഡർ ലൈനുകൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ വർക്കുകൾ LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമുകളിലും പ്രോപ്പർ ആയിട്ട് എയർ ഹോൾസ് കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ വന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. ടോട്ടൽ നോക്കുവാണെങ്കിൽ 3-ാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണെന്ന് പറയാം. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 17-10 ഫീറ്റില് വളരെ വലിയൊരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നേരെ വന്നിട്ട് നമ്മൾ ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിൽ കാണാം ഈ ഒരു വലിയ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ബോർഡർ ലൈൻ കൊടുത്തിട്ട് അതിനുള്ളിലൊക്കെ LED സ്ട്രിപ്പുകളും വലിയ LED ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. താഴെ ചെയ്തിരിക്കുന്ന സെയിം വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അതിന്റെ കൂടെ ഡ്രസ്സിംഗ് ടേബിൾ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വലിയ ഒരു വിൻഡോ കാണാം. വിൻഡോ ആക്ച്വലി ഡോർ ആണ്. ഇത് UPVC-യിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് നമുക്കൊരു ബാൽക്കണി കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ട് സേഫ് ആയിട്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു ബാൽക്കണി കാണാം. വീടിന്റെ ഫ്രണ്ടിലൂടെ ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബാൽക്കണി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നിൽക്കുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് കൂടിയാണ് സ്ലൈഡിങ് ചെയ്യാവുന്ന ഒരു വിൻഡോ കൂടി കാണാൻ പറ്റുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടുത്തെ എല്ലാ ബാത്റൂമുകളിലും കോമൺ പാറ്റേണും കളറുള്ള ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു 3-ാമത്തെ ബാത്റൂം നോക്കുവാണെങ്കിൽ നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾക്ക് ഓപ്പൺ ചെയ്യാവുന്ന ഒരു ഡോർ ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും ഒരു ചെറിയ ബാൽക്കണി, വീടിന്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വ്യൂ ഒക്കെയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാനോ ഒക്കെ ഈ സൗകര്യപ്രദമായ രീതിയിൽ കവർ ചെയ്തിട്ടാണ് ഈ ഒരു ബാൽക്കണി സ്പേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ 3-ാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. നമ്മൾ വീണ്ടും വരുന്നത് ഇവിടുത്തെ ഈ ഒരു ലിവിംഗ് സ്പേസിലേക്കാണ്. 3-ാമത്തെ ബെഡ്റൂമിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് മറ്റൊരു ഡോറ് കിട്ടുന്നുണ്ട്. അത് വന്നിട്ട് ഇവിടുത്തെ ബാൽക്കണിയിലേക്കുള്ള ഒരു എൻട്രൻസ് ആണ്.
ഇതാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണി ആയിട്ട് വരുന്നത്. വീടിന്റെ ഫ്രണ്ട് പോർഷനിലുള്ള റോഡ് കാര്യങ്ങളൊക്കെ വിസിബിൾ ആണ്. നല്ല രീതിയിൽ കവർ ചെയ്ത് സേഫ് ആയിട്ടാണ് ഈ ഒരു ബാൽക്കണി ഇവിടെ ചെയ്തിരിക്കുന്നത്. ബാൽക്കണിക്ക് തൊട്ടടുത്തൊരു ഡോർ വരുന്നുണ്ട്. അത് വന്നിട്ട് നമ്മുടെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. വളരെ വലിയൊരു ഏരിയ ആണ് യൂട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്നത്. ഫ്ലോർ വന്നിട്ടാണെങ്കിൽ വുഡൻ ബേസ്ഡ് ആയിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാൻ ഇവിടെയാണ് യൂസ് ചെയ്യാവുന്നത്. ഇത് കവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ബിൽഡറുമായിട്ട് സംസാരിച്ച് ചെയ്യാവുന്നതാണ്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് കാണാം. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ താഴെ കണ്ട 2 ബെഡ്റൂമുകൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നല്ല രീതിയിൽ പ്രൈവസി കിട്ടുന്ന രീതിയിൽ 2 സൈഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും അങ്ങനെ തന്നെയാണ്. ഒരു ബെഡ്റൂം നമ്മൾ അവിടെ കണ്ടു. ഇനി ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നേരത്തെ കണ്ട ബെഡ്റൂമുകളൊക്കെ പോലെ തന്നെ ഇവിടെയും സ്പേഷ്യസ് ആണ്. 13-10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന വോളിൽ 2 സിംഗിൾ വിൻഡോസും ഇവിടെ സ്ലൈഡ് ചെയ്യാവുന്ന വലിയൊരു വിൻഡോയുമാണ് കൊടുത്തിരിക്കുന്നത്. സെയിം പാറ്റേണിലും മെറ്റീരിയലും ഒക്കെ തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും ചെറിയ രീതിയിൽ വർക്കുകളും ആവശ്യത്തിന് മാത്രമുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇവിടെയും നമ്മുടെ ടൈലുകൾ സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 4ാമത്തെ ബാത്റൂം നോക്കുവാണെങ്കിൽ ഇവിടെയും നമുക്ക് കാണാം വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷനോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെട്ട വീട് നോക്കുവാണെങ്കിൽ എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4.47 സെന്റ് സ്ഥലത്ത് 2160 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4.47 സെന്റ് ലാൻഡിൽ 2160 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ താഴെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് ഒരു വലിയ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. 2 വീലേഴ്സ് വയ്ക്കാനും ഗാർഡൻ ചെയ്യാനും ഒക്കെ ആയിട്ട് വീടിന്റെ ചുറ്റിനും വേറെ ധാരാളം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്ന വലിയൊരു കിണറുണ്ട്. മറ്റൊരു ഓപ്ഷൻ നമുക്കുള്ളത് KWയുടെ വാട്ടർ ആണ്. റോഡിനോട് ഇത്രയും അടുത്ത് സ്റ്റാൻഡേർഡ് ആയ രീതിയിലാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസും ഫിറ്റിംഗ്സും ബാത്റൂം ഫിറ്റിംഗ്സ് ആണെന്നുണ്ടെങ്കിലും കേബിളുകളും വയറുകളും എല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുവാണെന്നുണ്ടെങ്കിലും സ്റ്റാൻഡേർഡ് ആയ കമ്പനീസിന്റെ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഈ ഒരു വീടിന് ഓർഡർ ചോദിക്കുന്ന പ്രൈസ് 98 ലക്ഷം രൂപയാണ്. 98 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ കാണുന്ന വീട് ലോൺ ബേസിൽ സ്വന്തമാക്കണമെങ്കിലും തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പേപ്പർ വർക്ക്സുകളെല്ലാം ഞങ്ങൾ ത്രൂ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. റോഡിനോട് ഇത്രയും അടുത്ത് ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടും ക്വാളിറ്റി ആയിട്ടും ചെയ്തിരിക്കുന്ന 98 ലക്ഷം രൂപ എന്നുള്ള പ്രൈസ് നെഗോഷ്യബിൾ ആണ്. വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഡീറ്റെയിൽസിനൊക്കെ വേണ്ടിയിട്ട് മാർബിൾ ഹോംസിലേക്ക് തന്നെയാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഞങ്ങൾ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.